ഓക്കെ, നമ്മളിനി പഠിക്കാൻ പോകുന്ന ക്യാമ്പ്സിനെ കുറിച്ചാണ്. ക്യാമിൻ്റെയും ഫോളോവറിൻ്റെയൊക്കെ ടൈപ്സാണ്. മോഡ്യൂൾ 2 നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ മോഡ്യൂൾ 3 അവസാനമാകുമ്പോഴത്തേക്ക് ക്യാമിൻ്റെ ഫുൾ പോർഷൻസ് കഴിയും. അപ്പോൾ ഫസ്റ്റ് തിയറി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നത് മോഡ്യൂൾ 2 അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ക്യാമ്പ് പ്രൊഫൈൽ സിന്തസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഡയറക്റ്റ് അങ്ങ് പഠിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാം എന്താണെന്നുള്ളത്, പിന്നെ അതിൻ്റെ ടെർമിനോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ പ്രൊഫൈൽ സിന്തസിസ് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ ടെർമിനോളജിയിലേക്ക് വരുന്നുള്ളൂ. കാര്യം അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ടെർമിനോളജി എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് ക്യാമിലുള്ളതെന്ന് കൂടുതൽ പെട്ടെന്നൊന്ന് പരിചയമാവും. പ്രൊഫൈൽ സിന്തസിസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടെർമിനോളജിയിലേക്ക് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ് ക്യാം എന്ന് പറയുന്ന വേറൊരു അനലറ്റിക്കൽ പോർഷനുണ്ട്. അതായത് നമുക്കതിൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ പ്രൊഫൈൽ സിന്തസിസും പിന്നെ ടാൻജൻറ്റ് ക്യാമുമാണ് നമുക്കിതിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ക്യാം എന്ന് പറയും. ക്യാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാംസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ക്യാംസ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ നമ്മൾ IC എഞ്ചിൻസിലേക്ക് വാൽവ് ടൈമിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാംസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ക്യാം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം സപ്പോസ് ഇതൊരു സിലിണ്ടറിക്കൽ സർഫസാണ്. സിലിണ്ടറിക്കൽ സർഫസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു സർക്കിൾ വരയ്ക്കുന്നത്. അതായത് ഇതൊരു സെൻറ്റർ, ഒരു സിലിണ്ടറിക്കൽ സർഫസാണ് നമുക്ക്. ഇവിടെ ഞാനിപ്പോൾ ഈ സിലിണ്ടറിക്കൽ സർഫസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് പിന്നെ പർട്ടിക്കുലർ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് നോക്കുക. ഇപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ സിലിണ്ടറിക്കൽ സർഫസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇങ്ങനെ ഇരിക്കും അല്ലേ. അപ്പോൾ ഈ സിലിണ്ടറിക്കൽ സർഫസ് എന്ത് ചെയ്യുകയാണ്, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിലിണ്ടറിക്കൽ സർഫസ് എന്ന് പറയുന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു മെമ്പർ ഞാനിവിടെ ഇങ്ങനെ കൊണ്ടുവച്ചു. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഒരു മെമ്പർ കൊണ്ടുവച്ചു. അപ്പോൾ ആ മെമ്പർ കൊണ്ടുവെക്കുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ മെമ്പറിന് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും സംഭവിക്കത്തില്ല. സപ്പോസ് ഈ സർഫസ് എന്ന് പറയുന്നതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റഡ് ഏരിയ ഉണ്ടെന്ന് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സർഫസ് ആണെങ്കിൽ ഞാനിപ്പോൾ ഈ സർഫസ് വിത്ത് റെസ്പെക്ട് ടു ഈ O എന്ന് പറയുന്നതിൻ്റെ സെൻറ്ററിന് വിത്ത് റെസ്പെക്ട് ടു യൂണിഫോം വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു മെമ്പർ ഫിക്സ് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ മെമ്പർ ചെയ്യുന്നു. ഒരു സാധനം ഞാൻ ഇതേപോലെ ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ അതിനെ ഞാൻ സ്പ്രിങ് ലോഡ് ചെയ്തിടുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ, ഈ പ്രൊജക്റ്റഡ് സർഫസ് എന്ന് പറയുന്നത് ഈ മെമ്പറിനെ, അതിപ്പോൾ ഈ ക്ലോക്ക് വൈസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും തോറും ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ പ്രൊജക്റ്റഡ് സർഫസ് എന്ന് പറയുന്നത് ഈ മെമ്പറിനെ മുകളിലേക്ക് എന്ത് ചെയ്യും, പുഷ് ചെയ്യും. ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഒരു പ്രൊജക്റ്റഡ് സർഫസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും അല്ലേ, ഇങ്ങനെ ഒരു സാധനം. അപ്പോൾ ഈ മെമ്പർ എന്ന് പറയുന്നത് മുകളിലെത്തും, ഈ ഒരു പോയിന്റിലെത്തും. അതായത് ഇവിടെ നിന്ന് ഇത് മുകളിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ച് ഇവിടെ എത്തും. പിന്നെ ഈ ഒരു സർഫസ് ആയിരിക്കും പിന്നെ കോൺടാക്റ്റിലിരിക്കുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ട് പോകുന്നതോറും എന്ത് ചെയ്യും, ഈ സർഫസ് ആയിരിക്കും കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മെമ്പർ താഴേക്ക് വന്നുകൊണ്ടിരിക്കും ആണല്ലോ. എന്ന് പറഞ്ഞാൽ ഈ ഒരു മെമ്പറിനെ മുകളിലേക്കും താഴേക്കും ഒരു മോഷൻ ഉണ്ടാകും. അപ്പോൾ ഇതിനൊരു മോഷൻ ഉണ്ടാകുന്നില്ലേ, നമുക്ക് ഇതാ മുകളിലേക്കും താഴേക്കും മോഷൻ ഉണ്ടാകുന്നു, മറ്റേത് എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നു, മറ്റേ മുകളിലേക്ക് താഴേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു മോഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് മോഷനാണെന്ന് പറയാം, ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഈ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഉണ്ടാകുന്ന ഈ സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫോളോവർ. ആൻഡ് ദിസ് വൺ വിച്ച് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എ പർട്ടിക്കുലർ പോയിന്റ് വിത്ത് യൂണിഫോം വെലോസിറ്റി ഈസ് നോൺ ആസ് ദി ക്യാം. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ക്യാം എന്ന് പറയുന്നത്. ക്യാം ആൻഡ് ഫോളോവർ ഉപയോഗിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ, ദ റോട്ടറി മോഷൻ ഓഫ് ദ ക്യാം ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് ദി ഫോളോവർ. നമ്മൾ ഓൾറെഡി ഹയർ പേയേഴ്സ് ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ റോട്ടറി മോഷൻ ഓഫ് ക്യാം ഈസ് കൺവേർട്ടഡ് ഇൻ ടു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് ദി ഫോളോവർ. ഈ ഫോളോവറിന് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ തന്നെ ആവണമെന്നില്ല. നമുക്കിപ്പോൾ ഇവിടെ ഒരു ക്യാം ഉണ്ടെന്ന് നോക്കാം. ഇങ്ങനെ ഒരു പ്രൊജക്റ്റഡ് സർഫസ് ഉണ്ട്. ഈ സിലിണ്ടറിക്കൽ സർഫസിന് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സർഫസ് ഉണ്ട്. അപ്പോൾ സപ്പോസ് ഇവിടെയാണ് ഞാനിപ്പോൾ എന്ത് വെക്കുന്നത് നോക്കാം, ഫോളോവർ ഇങ്ങനെ ഇതാണ് ഫോളോവറായിട്ട് വെക്കുന്നത് നോക്കുക. ഇവിടെ ഒരു പോയിന്റിൽ ഹിഞ്ച്ഡ് ആണ് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തിന് സംഭവിക്കുന്നത്, ഇതിപ്പം ഇങ്ങോട്ട് ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യും തോറും ഈ ഒരു സംഭവത്തിനെ എന്ത് ചെയ്യും, ഇതിങ്ങോട്ട് പുഷ് ചെയ്യും, അത് ഓസിലേറ്റ് ചെയ്യും. അത് ഇതിങ്ങോട്ടാവും. പിന്നെ ഈ സർഫസിൽ നിന്ന് താഴോട്ട് കോൺടാക്റ്റ് ഇവിടെ വരുമ്പോൾ ഇത് താഴോട്ട് തിരിച്ചു വരികയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുകയാണ്, ഇറ്റ് ഈസ് ഓസിലേറ്റിംഗ് പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫോളോവർ എന്നാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ക്യാമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ക്യാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ റൊട്ടേറ്റിംഗ് മെഷീൻ എലമെൻറ്റ് വിച്ച് ഗിവ്സ് റെസിപ്രോക്കേറ്ററി ഓർ ഓസിലേറ്ററി മോഷൻ ടു അനദർ എലമെൻറ്റ് നോൺ ആസ് ഫോളോവർ. ഇപ്പോൾ ക്യാം എന്ന് പറയുന്നത് എന്താണ്, ഒരു റെസിപ്രോക്കേറ്ററി റൊട്ടേറ്റിംഗ് മെഷീൻ എലമെൻ്റ് ആണ് വിച്ച് ഗിവ്സ് എ ഫോളോവർ ടു എ റെസിപ്രോക്കേറ്റിംഗ് ഓർ ഓസിലേറ്റിംഗ് മോഷൻ. അപ്പോൾ അതാണ് നമ്മുടെ ക്യാംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാം എന്താണെന്ന് ഇവിടെ അറിയാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോളോവേഴ്സ് ഉണ്ട്.
അപ്പോൾ പല ടൈപ്പ് ഫോളോവേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ പല ടൈപ്സ് ഫോളോവേഴ്സ് അവൈലബിൾ ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫോളോവേഴ്സ്. ടൈപ്സ് ഓഫ് ഫോളോവറിൽ ഫസ്റ്റ് പറയുന്നതെന്ന് പറയുന്നത് നമ്മൾ നൈഫ് എഡ്ജ് ഫോളോവർ എന്ന് പറയും. നൈഫ് എഡ്ജ് ഫോളോവർ. എന്താണ് നൈഫ് എഡ്ജ് ഫോളോവർ എന്ന് പറഞ്ഞാൽ? നൈഫ് എഡ്ജ് ഫോളോവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്യാം എന്ന് വെക്കുക. ഇപ്പോൾ ക്യാം ഇങ്ങനെ ഇരിക്കുമെങ്കിൽ നൈഫ് എഡ്ജ് ഫോളോവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എൻഡ് ഇങ്ങനെ നൈഫ് എഡ്ജ് ആയിരിക്കും. ഇങ്ങനെ നൈഫ് എഡ്ജ് ആയിരിക്കും. അതായത് നൈഫ് എഡ്ജ് ഫോളോവർ എന്ന് പറഞ്ഞാൽ ദ കോൺടാക്റ്റിംഗ് എൻഡ് ഓഫ് ദ ഫോളോവർ ഹാസ് എ ഷാർപ്പ് നൈഫ് എഡ്ജ്. അതായത് ഒരു ഷാർപ്പ് നൈഫ് എഡ്ജാണ് കോൺടാക്റ്റിംഗ് എൻഡ് ഓഫ് ദി ഫോളോവർ. ഇതാണല്ലോ നമ്മുടെ ഫോളോവർ. ഒരു കോൺടാക്റ്റിംഗ് എൻഡ് എന്ന് പറയുന്നത് നല്ല ഷാർപ്പായിട്ട് നൈഫ് എഡ്ജിൻ്റെ ഷേപ്പിൽ ഇരിക്കുകയാണെങ്കിൽ നൈഫ് എഡ്ജ് ഫോളോവർ എന്ന് വിളിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റോളർ ഫോളോവർ ഉണ്ട്. ഇപ്പോൾ നമുക്ക് രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ റോളർ ഫോളോവറാണ്. ടൈപ്സ് ഓഫ് ക്യാമും ഉണ്ട്. ഇപ്പം ഫോളോവറാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ടൈപ്സ് ഓഫ് ഫോളോവർ. റോളർ ഫോളോവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കോൺടാക്ട് സർഫസ് എന്ന് പറയുന്നത് ഫോളോവറിൻ്റെ കോൺടാക്ട് സർഫസ് ഒരു റോളർ ആയിരിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ടൊരു റോളറാണ്. ഇത് നമ്മുടെ ക്യാമാണ്. ഇത് നമ്മുടെ ക്യാമെന്ന് പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് സർഫസ് ഇരിക്കും. അപ്പോൾ ഫോളോവറിൻ്റെ കോൺടാക്ട് എന്ന് പറയുന്നത് എന്താണ്? റോളറാണ്. അപ്പോൾ റോളർ ഫോളോവർ എന്ന് പറഞ്ഞാൽ വെൻ ദ കോൺടാക്ട് എൻഡ് ഓഫ് ദി ഫോളോവർ ഈസ് ആക്ച്വലി എ റോളർ, ഇറ്റ് ഈസ് കോൾഡ് റോളർ ഫോളോവർ. ഈ റോളിംഗ് മോഷൻ എന്ന് പറയുന്നത് കോൺടാക്ട് സർഫസിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വിയറും ടിയറൊക്കെ ഇവിടെ കുറവായിരിക്കും നൈഫ് എഡ്ജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇവിടെ ആക്ച്വലി ഒരു ഫ്രിക്ഷണൽ കോൺടാക്റ്റാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ഫ്രിക്ഷൻ റോളിംഗ് കോൺടാക്റ്റ് ആയതുകൊണ്ട് അവിടെ എന്താണ് വിയർ ആൻഡ് ടിയറൊക്കെ കുറവായിരിക്കും കമ്പയർഡ് ടു നൈഫ് എഡ്ജ് ഫോളോവർ. പിന്നെ മൂന്നാമത്തെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഫോളോവർ എന്ന് പറയുന്നത് നമുക്ക് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ. ഇത് മൂന്നും നമുക്ക് വരയ്ക്കാനുണ്ട്. ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ എന്ന് പറയുമ്പോഴത്തേക്ക് എൻഡ് ഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി എ ഫ്ലാറ്റ് ഫേസ്. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ആണ്, ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ പിന്നെ എന്താണ്? ക്യാം ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇതായിരിക്കും ക്യാം ഫോളോവർ കണ്ടീഷൻ. അപ്പോൾ ഫ്ലാറ്റ് ഫേസിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് വെൻ ദ കോൺടാക്ട് എൻഡ് ഓഫ് ദ ഫോളോവർ ഈസ് ആക്ച്വലി എ പെർഫെക്റ്റ് ഫ്ലാറ്റ് ഫേസ്. കോൺടാക്ട് എൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് ഫ്ലാറ്റാണ്. കോൺടാക്ട് എൻഡ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു സാധനങ്ങളുണ്ട്. നാലാമത്തെ സ്പെറിക്കൽ ഫോളോവർ. സ്പെറിക്കൽ ഫോളോവർ ഇതേമാതിരിയൊക്കെ തന്നെ, പക്ഷേ കോൺടാക്ട് എൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പെറിക്കൽ സ്പേസ്ഡ് ആയിരിക്കും. സ്പെറിക്കൽ ഫേസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഫോളോവർ ഇങ്ങനെ വന്നു, ഇവിടെ വന്നിട്ട് അതിൻ്റെ ഇങ്ങനെ ഒരു സ്പെറിക്കൽ ഷേപ്പ്, ബോളിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്ത് വെച്ചിറങ്ങി ഫോളോവർ ഇങ്ങനെ ഇരിക്കും അല്ലേ. ഇപ്പോൾ സ്പെറിക്കൽ ഫോളോവർ പറഞ്ഞാൽ എന്താ? കോൺടാക്ട് ചെയ്യുന്ന ഫോളോവർ സ്പെറിക്കൽ ഷേപ്പ് ആണ്. ഇറ്റ് ഈസ് കോൾഡ് സ്പെറിക്കൽ. അപ്പോൾ നിങ്ങൾ ഇതിൽ നിങ്ങളുടെ നോട്ടിനകത്ത് ഓൾറെഡി ഇത് ടൈപ്സ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഫിഗറും കൂടെ വരച്ചോണം. ടൈപ്സ് ഓഫ് ഫോളോവർ ചോദിക്കും. മിക്കപ്പോഴും ചോദിക്കുന്നതൊക്കെ സാധനങ്ങളാണ് ടൈപ്സ് ഓഫ് ഫോളോവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സ്ട്രെസ്സസ് ഒക്കെ മിനിമൈസ് ചെയ്യുന്നത് നമ്മൾ ഫ്ലാറ്റ് ഫേസിൽ സ്ട്രെസ് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഒരു സ്പെറിക്കൽ ഫേസ് അല്ലെങ്കിൽ ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് ഫോളോവറായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ഫോളോവറും ക്യാമിൻ്റെ ഇത്രയും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ക്യാമിൻ്റെ പ്രൊഫൈൽ വരയ്ക്കാനായിട്ട് ഡയറക്റ്റ് അങ്ങ് പോവാം. വി ആർ ഗോയിങ് ടു ഡ്രോ ദി ക്യാം പ്രൊഫൈൽ. അപ്പോൾ ഈ ക്യാം പ്രൊഫൈൽ വരയ്ക്കുന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ടൈപ്സ് ഇതെല്ലാം നോട്ടൊക്കെ ഇവിടെ ഉണ്ട്, നമുക്കത് പിന്നെ തിരിച്ചു വരാം. നമ്മൾ ഇനി അടുത്ത മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ക്യാമിൻ്റെ ഈ ഒരു റൊട്ടേഷനിൽ എന്തൊക്കെ ഫേസസ് ഉണ്ട്. ഒരു ക്യാം ഇപ്പോൾ ഒരു സ്ഥലത്ത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ആർ ദ മെയിൻ ഫേസസ് വിച്ച് യു ഹാവ് ടു കൺസിഡർ. അപ്പോൾ നമുക്ക് ആ ഫേസസ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ക്യാമിൻ്റെ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ക്യാമിൻ്റെ ആ ഒരു റൊട്ടേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ക്യാമിൻ്റെ റൊട്ടേഷനാണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ക്യാമിൻ്റെ റൊട്ടേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ എന്താണ്? ക്യാമിൻ്റെ ബേസ് ആണ്. നമുക്ക് റൂട്ട് സർക്കിൾ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നത് ബേസ് സർക്കിളാണ്. ഏറ്റവും ചെറിയ റേഡിയസിൽ വരയ്ക്കാൻ പറ്റുന്ന സർക്കിളാണ് അതിൻ്റെ ബേസ് സർക്കിൾ എന്ന് പറയുന്നത്. ക്യാം വേണ്ട ഇങ്ങനെ പ്രൊജക്റ്റഡ് സർഫസ് ഇങ്ങനെ പുറത്തോട്ട് പോയിട്ട് അപ്പോൾ ഇതിന് വിത്ത് റെസ്പെക്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇന്ന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വരയ്ക്കുന്നു? ഒരു നൈഫ് എഡ്ജ് ഫോളോവർ കൺസിഡർ ചെയ്യണം. നമുക്ക് എന്തൊക്കെയാണ് ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ഇത് സ്പ്രിംഗ് ലോഡഡാണ്. ആക്ച്വലി നൈഫ് എഡ്ജ് ഫോളോവർ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അതിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്ന ഇതാണ് അല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ നൈഫ് എഡ്ജ് ഫോളോവർ ഇരിക്കുന്നത്. ഇനി എത്രത്തോളം ലിഫ്റ്റ് സംഭവിക്കും എന്നുള്ളത് നമ്മുടെ ഈ ഒരു പ്രൊഫൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത്രയാണ് ഔട്ടർ സിലിണ്ടറിക്കൽ സർഫസ് എന്ന് പറയുന്നത്, പ്രൊഫൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇവിടെ ഇത്രയും സ്ഥലത്ത് ഈ ഒരു ഇത്രയും സർഫസ് കോൺടാക്റ്റ് വരുമ്പോൾ ആക്ച്വലി ഈ നൈഫ് എഡ്ജ് ഫോളോവർ എന്ന് പറയുന്നത് മുകളിലേക്ക് ലിഫ്റ്റ് ആവും. അതായത് ഇതിപ്പോൾ ക്ലോക്ക് വൈസിന് പകരം ഇപ്പോൾ ഞാൻ പറയുകയാണ് ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് നോക്കുക. അപ്പോൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ഈ ഒരു പോയിന്റ് മുതൽ
ഈ ഒരു പോയിന്റ് വരെ ഇത്രയും ഒരു സ്ഥലത്ത് ഇത്രയും സമയത്ത് ആ ഫോളോവറിന് എന്താണ് സംഭവിക്കുന്നത്? ഫോളോവറിന് എന്ത് സംഭവിക്കും? ഫോളോവർ എന്ന് പറയുന്നത് മുകളിലേക്ക് മൂവ് ചെയ്യും അല്ലേ? അപ്പോൾ ഫോളോവർ എന്ന് പറയുന്നത് മുകളിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ആ മുകളിലേക്ക് മൂവ് ചെയ്യുന്നത് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇത് ഫോളോവറിൻ്റെ ഔട്ട് സ്ട്രോക്ക് ആണെന്ന് ഞാൻ പറയും. അതായത് ഫോളോവർ ഇവിടെ നിന്ന് ഇപ്പം ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്താണ് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഏറ്റവും മാക്സിമം പൊസിഷനിൽ എത്തിയില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ എത്തുമ്പോഴത്തേക്ക് ഫോളോവർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വന്നു ആണല്ലോ, ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഫോളോവർ ഇവിടെ എത്തുമായിരിക്കും. സപ്പോസ് ഇവിടെ എത്തി, ഫോളോവർ ഇവിടെ എത്തി, ഫോളോവർ ഇവിടെ നിന്ന് മൂവ് ചെയ്ത്, അതായത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഫോളോവർ മുകളിലേക്ക് ലിഫ്റ്റ് ആവും അല്ലേ? അപ്പോൾ ഈ ഒരു സ്ഥലം വരെ മൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫോളോവറിന് സംഭവിച്ചത്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫോളോവറിൻ്റെ ഒരു സ്ട്രോക്ക് ആണെന്ന് പറയും. ദിസ് വാസ് ദി സ്ട്രോക്ക് ഓഫ് ദി ഫോളോവർ. ഫോളോവറിൻ്റെ സ്ട്രോക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഫോളോവറിൻ്റെ ലിഫ്റ്റ് എന്നൊക്കെ പറയും. ഫോളോവറിൻ്റെ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോളോവറിന് എന്ത് സംഭവിച്ചു എന്ന് പറയും? ലിഫ്റ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഫോളോവറിന് സ്ട്രോക്ക് സംഭവിച്ചു എന്ന് പറയും. ഫോളോവർ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് മാറി. ആ ഹൈറ്റ്, മാക്സിമം ഹൈറ്റ് ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ സ്ട്രോക്ക് അല്ലെങ്കിൽ ലിഫ്റ്റ് ഓഫ് ദി ഫോളോവർ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഫോളോവറിന് ഒരു മാക്സിമം ലിഫ്റ്റ് കാണും. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രൊഫൈൽ ഓഫ് ദി ക്യാം. ഈ ക്യാമിൻ്റെ ഇത്രയും പ്രൊഫൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഇത്രയും റൊട്ടേഷൻ, അതായത് ഈ സമയത്ത് ക്യാം കറങ്ങുന്നത്, ക്യാം ഇവിടെ സസ്പെൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു സർഫസ് എന്ന് പറയുന്ന സെൻറ്ററിൽ സസ്പെൻഡ് ചെയ്യുന്ന ആംഗിളിനെ ഞാൻ തീറ്റ ഓ കൊണ്ട് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഫോളോവർ മുകളിലേക്ക് പോയാൽ ഫോളോവറിൻ്റെ ആ മോഷനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് വെച്ചാൽ ഔട്ട് സ്ട്രോക്ക് എന്ന് പറയും. ഇറ്റ് ഈസ് നോൺ ആസ് ദി ഔട്ട് സ്ട്രോക്ക് ഓഫ് ദി ഫോളോവർ. ഫോളോവറിന് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയും? ഔട്ട് സ്ട്രോക്ക് സംഭവിച്ചു എന്ന് പറയും. അപ്പോൾ ഫോളോവറിന് ആദ്യം എന്ത് സംഭവിച്ചു? ഒരു ഔട്ട് സ്ട്രോക്ക് സംഭവിച്ചു. അപ്പോൾ ഫോളോവറിന് ഔട്ട് സ്ട്രോക്ക് സംഭവിച്ചു. അല്ലെങ്കിൽ ഫോളോവറിന് ഞാൻ എന്ത് സംഭവിച്ചു എന്ന് പറയും? റൈസ് സംഭവിച്ചു എന്ന് പറയും. ഫോളോവർ റൈസ് സംഭവിച്ചു, മുകളിലേക്ക് റൈസ് സംഭവിച്ചു എന്ന് പറയും. അല്ലെങ്കിൽ ഫോളോവറിന് നമുക്ക് ഈ ഒരു ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് അസെൻഡ് എന്നൊക്കെ വിളിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോളോവറിന് എന്ത് സംഭവിച്ചു എന്ന് പറയാം? അസെൻഡ്, ആംഗിൾ ഓഫ് അസെൻഡിനാണ് ഈ റൈസ് സംഭവിക്കുന്നത്. അപ്പോൾ അസെൻഡ് സംഭവിച്ചു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട് സ്ട്രോക്ക് എന്ന് പറയാം, ഈ റൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ അസെൻഡ് എന്നൊക്കെ പറയാം. ഇപ്പോൾ തീറ്റ ഒ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യും ഔട്ട് സ്ട്രോക്ക്, തീറ്റ ഒ ഔട്ട് സ്ട്രോക്ക്. ഇപ്പോൾ ഫോളോവറിന് റൈസ് സംഭവിച്ചു എന്ന് പറഞ്ഞാലും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ ഇനി ഈ ഫോളോവർ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, ഫോളോവർ ആക്ച്വലി ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഇങ്ങനെ ഇവിടെയാണ് ഫോളോവർ എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ഈ സമയത്ത് സ്പ്രിംഗ് എന്ന് പറയുന്നത് ഇത്തുകൂടി കംപ്രസ്സായി നിൽക്കുക. ഇനി എന്ത് സംഭവിക്കും? കുറച്ച് സമയത്തേക്ക്, അതായത് ഒരു മാക്സിമം ലിമിറ്റ് ആയി കഴിയുമ്പോൾ കുറച്ച് സ്ഥലത്ത് അത് ഫോളോവർ അവിടെ തന്നെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. കാര്യം ഇത്രയും സ്ഥലത്ത് ഫോളോവറിന് മോഷൻ ഇല്ല. നമുക്കറിയാം അവിടെ സ്ലോപ്പ് 0 ആണ്. ഇവിടെ ഇങ്ങനെ സ്ലോപ്പ് ഉണ്ട്, ഇവിടെ സ്ലോപ്പ് ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ മാക്സിമം പോയിന്റ് എത്തുമ്പോഴത്തേക്ക് കുറച്ച് സ്ഥലത്ത് സ്ലോപ്പ് വളരെ 0 ആണ്. അപ്പോൾ സ്ലോപ്പ് 0 ആയ ഈ ഒരു പൊസിഷനിൽ ഇവിടെ സെൻറ്ററിൽ, ക്യാമിൻ്റെ സെൻറ്ററിൽ സസ്പെൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ഡി എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യും. തീറ്റ ഡി എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യും. അപ്പോൾ തീറ്റ ഡി എന്ന് പറയും. അപ്പോൾ ഈ ഒരു സമയത്ത് ഫോളോവറിന് സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോൺ ആസ് ദി ഡ്വൽ പീരീഡ് ഓഫ് ദി ഫോളോവർ. ഫോളോവർ എന്ത് ചെയ്യുന്നു? അവിടെ സ്റ്റേഷനറി ആണ്. ഫോളോവറിന് ഇപ്പോൾ മോഷൻ ഇല്ല. അതായത് ഇത്രയും സമയം ഇതിപ്പോൾ മുകളിലിരിക്കുമ്പോഴത്തേക്ക്, മുകളിലെത്തിയിട്ട് ഇത്രയും ഒരു സ്ഥലത്ത് ഫോളോവറിന്, അപ്പോൾ ക്യാം എന്ന് പറയുന്ന മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും ഒരു സ്ഥലത്ത് ഫോളോവറിന് എന്ത് വരുന്നില്ല? മോഷൻ വരുന്നില്ല. അപ്പോൾ മോഷൻ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അത് സെൻറ്ററിൽ സസ്പെൻഡ് ചെയ്യുന്ന ആംഗിൾ, ക്യാമിന് ഇത്ര റൊട്ടേഷൻ, തീറ്റ ഡി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോളോവർ അവിടെ തന്നെ നിൽക്കും. ഫോളോവർ താഴേക്കൊന്നും മൂവ് ചെയ്യുന്നില്ല, മുകളിലേക്ക് മൂവ് ചെയ്യുന്നില്ല. മുകളിലെത്തി കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ഡ്വൽ പീരീഡ് ഓഫ് ദി ഫോളോവർ. ഫോളോവർ ഡൊല്ലിയിലേക്ക്. ഇനി നമുക്ക് ക്യാം എന്ത് സംഭവിക്കുകയാണ്? ക്യാം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ഇപ്പം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ക്യാം എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് മാറി തുടങ്ങും അല്ലേ. ഇപ്പോൾ ക്യാം ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഈ ഒരു മുകളിലിരിക്കുന്നത് ഇത് സ്പ്രിംഗ് ലോഡഡ് ആണ്. അപ്പോൾ ഇത് താഴേക്ക് വരുമല്ലോ. ഫോളോവർ എന്ത് ചെയ്ത് തുടങ്ങും? മുകളിലിരിക്കുന്ന ഫോളോവർ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂട്ടത്ത് താഴേക്ക് വന്നു തുടങ്ങൂലേ. താഴേക്ക് വരുന്നത് ഇവിടെ നിന്ന് ഇത്രയും പൊസിഷനാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഏറ്റവും താഴെ എത്തും അല്ലേ, ഈ ഒരു സ്ഥലം. അപ്പോൾ ഇതിനെ നമ്മൾ തീറ്റ, മറ്റേത് ഔട്ട് സ്ട്രോക്ക് എന്ന് പറഞ്ഞല്ലേ. ഇപ്പോൾ ഇതിനെ റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറയാം. ഇപ്പോൾ തിരിച്ചു വരികയാണ്. മുകളിലേക്ക് പോയത് ഔട്ട് സ്ട്രോക്ക് ആയിരുന്നു, ലിഫ്റ്റാണ് സംഭവിച്ചത്. താഴേക്ക് വരുമ്പോഴത്തേക്ക് അതിനെ നമുക്ക് ഫാൾ സംഭവിച്ചു എന്ന് പറയാം. ഇപ്പോൾ ലിഫ്റ്റ് ഓർ ഫാൾ എന്ന് നമുക്ക് പറയാം. അപ്പം റൈസ് ഓർ ഫാൾ എന്നും പറയാം. അപ്പോൾ ഓക്കെ. ഇപ്പോൾ മൂന്നാമത് സംഭവിക്കുന്നത് ഫോളോവറിന് എന്ത് മോഷനാണ് സംഭവിച്ചത്? ഫോളോവറിന് ഔട്ട് സ്ട്രോക്ക് ആയിരുന്നു, അതെന്തായി? റിട്ടേൺ സ്ട്രോക്കായി. റിട്ടേൺ സ്ട്രോക്ക് സംഭവിച്ചു, തിരിച്ചു വന്നു. ഫോളോവർ തിരിച്ച് ഈ പൊസിഷനിൽ വന്നിരിക്കും. ഫോളോവർ മുകളിലേക്ക് താഴേക്കുള്ളേ മോഷണമുള്ളൂ, തിരിച്ച് ഈ പൊസിഷനിൽ വന്നിരിക്കും. അതായത് ഈ ഒരു ക്യാം എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്ത്, കുറച്ചുകൂടെ റൊട്ടേറ്റ് ചെയ്ത്, അത് ഈ തീറ്റ 6 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ക്യാം ഇങ്ങനെ വരും അല്ലേ. ക്യാമിൻ്റെ പ്രൊജക്റ്റഡ് ഏരിയ ഇങ്ങനെ നിൽക്കും.
പുറത്തേക്ക് പ്രൊജക്റ്റ് ഏരിയ ഇങ്ങനെയൊക്കെ ക്യാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നേരെ താഴെ എത്തും. അപ്പോൾ അത് ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഇത്രയും ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴായിരിക്കും അത് സംഭവിക്കുന്നത്, θr എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ ഇതിന് നമ്മൾ റിട്ടേൺ സ്ട്രോക്ക് എന്ന് വിളിക്കും. അത് റൈസ് എന്ന് വിളിച്ചത് കൊണ്ട് വേണമെങ്കിൽ ഇനി നമുക്ക് എന്തെന്നും പറയാം, ക്യാൻ ബി കോൾഡ് ആസ് ഫോൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം റൈസ് അല്ലെങ്കിൽ ഫോൾ എന്ന് പറയാം, റിട്ടേൺ എന്ന് പറയാം. അസെൻറ്റിന് പകരം എന്ന് പറയും ഡിസെൻഡ് എന്ന് പറയും. ആംഗിൾ ഓഫ് ഡിസെൻഡ് എന്ന് പറയും. ഇറ്റ് ഈസ് നോൺ ആസ് ഡിനോട്ടഡ് ആസ് θr. അത് പല രീതിയിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ θOയും θrഉം ആണ് ഞാൻ എടുക്കുന്നത്. ഫസ്റ്റ് ഔട്ട് സ്ട്രോക്കിന് O എന്ന് എടുക്കും, റിട്ടേൺ സ്ട്രോക്കിന് ഒരു R. അപ്പോൾ θor ഉണ്ട്, θr ഉണ്ട്. ഡൊല്ല് നടക്കുന്ന സമയത്ത് θd എന്ന് ഡിനോട്ട് ചെയ്യും. പിന്നെ ബാക്കി സമയത്ത് ഇനിയുണ്ട് റൊട്ടേഷൻ, നമുക്ക് ഇവിടം വരെ ആയുള്ളൂ. ഇനി നമുക്ക് ഇത്രയും സ്ഥലമുണ്ട്. ഈ ബാക്കിയുള്ള ഇത്രയും ആംഗിളിനെ നമ്മൾ ഡൊല്ലാണ്. കാര്യം താഴെ തന്നെ ഫോളോവറിന് മോശമില്ല. ഫോളോവറിന് പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഫോളോവർ മുകളിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇത്രയും സ്ഥലത്ത് ഫോളോവറിന് പ്രൊജക്ഷൻ ഇല്ല. അപ്പോൾ ബാക്കിയുള്ള ആംഗിൾ എന്ത് തന്നെയാണ്, ഡൊല്ല് തന്നെയാണ്. നാലാമത്തെന്ന് പറയുന്നത് എന്താണ്, ഡൊൽ പീരീഡ് ആയിരിക്കും. അതും θd തന്നെയായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് എത്ര ഡിഗ്രി കംപ്ലീറ്റ് ആവും, 360 ഡിഗ്രി. ഒരു പർട്ടിക്കുലർ കംപ്ലീറ്റ് റൊട്ടേഷൻ, അതായത് θO പ്ലസ് θd പ്ലസ് θr പ്ലസ് എഗെയിൻ θd. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ θd ആണ്. അപ്പോൾ നമുക്കൊരു ഫോളോവർ വരയ്ക്കാൻ വേണ്ടി, നമുക്ക് ഈ ക്യാം ഫോളോവർ മോഷൻ വരയ്ക്കുന്നതിന് വേണ്ടി പ്രധാനമായിട്ടും വേണ്ട കാര്യങ്ങളൊന്നാണ് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും മിനിമം റേഡിയസ് ഓഫ് ദി ക്യാം എന്ന് പറയുന്നതാണ്. ഇതാണ് ഇറ്റ് ഈസ് എ മിനിമം റേഡിയസ് ഓഫ് ദി ക്യാം. ഈ ക്യാമിലെ റേഡിയസ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ റേഡിയസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് ഡിസ്റ്റൻസ് ഇതായിരിക്കും. ഏറ്റവും ലോവസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും അല്ലേ. അതായത് അതിൻ്റെ സർക്കംഫറൻസിലേക്കുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഔട്ടർ പോയിന്റിലേക്കുള്ള അതിൻ്റെ പ്രൊഫൈലിലേക്കുള്ള സെൻറ്റർ എന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ സെൻട്രൽ റൊട്ടേഷൻ ഇതാണെങ്കിൽ ഏറ്റവും മിനിമം റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ്. ഇറ്റ് ഈസ് ദ മിനിമം റേഡിയസ് ഓഫ് ദി ക്യാം. മിനിമം റേഡിയസ് ഓഫ് ദി ക്യാം എന്ന് പറയും. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഇങ്ങനെ പറയാൻ പറ്റും, ബേസ് സർക്കിൾ റേഡിയസ് എന്നൊക്കെ പറയും. ബേസ് സർക്കിൾ റേഡിയസ് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് മിനിമം റേഡിയസ് ഓഫ് ദി ക്യാം എന്നോ ബേസ് സർക്കിൾ റേഡിയസ് എന്നോ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്രയും കാര്യം. അപ്പോൾ ബേസ് സർക്കിൾ റേഡിയസ് മിനിമം സർക്കിൾ വേണം. പിന്നെ ഈ ക്യാമിന് സംഭവിക്കുന്ന റൊട്ടേഷൻ, ഈ ക്യാം എത്ര പ്രൊഫൈലിലാണ് അത് എന്ത് ചെയ്യുന്നത്, ഔട്ട് സ്ട്രോക്ക് സംഭവിക്കുന്നതെന്നാണ്. ഫോളോവറിന്, ക്യാമിനല്ല ഫോളോവർ. ക്യാം എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് θO എന്ന് പറയുന്ന ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഔട്ട് സ്ട്രോക്ക് സംഭവിക്കുന്നതെന്ന് പറയണം. എത്രയാണ് θO എന്നറിയണം. പിന്നെ മുകളിലെത്തിയിട്ട് എത്ര ആംഗിൾ അത് നിൽക്കുമെന്ന്, എത്ര റൊട്ടേഷനിൽ, എത്ര ക്യാം റൊട്ടേഷനിൽ ഫോളോവർ അവിടെ തന്നെ നിൽക്കുമെന്ന് അറിയണം. ദാറ്റ് മീൻസ് ഡൊല്ല് എത്രയാണെന്ന് അറിയണം. പിന്നെ എത്ര റൊട്ടേഷൻ, എത്ര ആംഗിൾ കഴിയുമ്പോഴത്തേക്ക് ഇത് നേരെ താഴെ തിരിച്ചെത്തുമെന്ന് അറിയണം. ദാറ്റ് മീൻസ് റിട്ടേൺ സ്ട്രോക്ക് എന്താണെന്ന് അറിയണം. അതിന് വേണ്ട ആംഗിൾ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഓഫ് ക്യാം അറിയണം. പിന്നെ എത്ര ബാക്കിയുള്ള നമുക്കറിയാം. ഇത് മൂന്നും അറിഞ്ഞാൽ മതി. അത് 360, ഈ θd എന്ന് പറയുന്നത് 360, ഇത് എത്രയും കൂടെ 240 ഉണ്ടെങ്കിൽ ബാക്കി എത്രയായിരിക്കും, 120 ആയിരിക്കും. ദാറ്റ് മീൻസ് ബാക്കിയുള്ളതെല്ലാം കൂടെ ഡൊല്ലിൽ പെടുന്ന സാധനങ്ങളാണ്. അത് നമുക്ക് അറിയണമെന്ന് നിർബന്ധമില്ല, നമുക്ക് തരണമെന്ന് നിർബന്ധമില്ല. ഇത് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഇടയ്ക്ക് ഈ ഡൊല്ല് വേണമെന്നില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരുമ്പോഴത്തേക്ക് ഡൊല്ല് എന്ത് ചെയ്യണമെന്നില്ല, തരണമെന്നില്ല. ഇടയ്ക്ക് ഇവിടെ ഡൊല്ല് വേണമെന്നില്ല. അത് ഔട്ട് സ്ട്രോക്ക് റിട്ടേൺ സ്ട്രോക്ക് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇടയ്ക്ക് ഡൊല്ല് വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്, ക്യാമറ ഫൈൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടതെന്ന് പറയുന്നത് എന്താണ്, സ്ട്രോക്ക് വേണം. ഇതിൻ്റെ എത്ര ലിഫ്റ്റ് സംഭവിക്കുന്നു എന്ന് വേണം, ലിഫ്റ്റ് ഓഫ് എത്രയാണ് സംഭവിക്കുന്നതെന്ന് വേണം. അതായത് സ്ട്രോക്ക് ഓഫ് ദി ഫോളോവർ വേണം. പിന്നെ നമുക്ക് ബേസ് സർക്കിൾ വേണം. പിന്നെ ഇതിന് θO, θd, θr എന്ന് പറയുന്ന 3 വാല്യൂസ് വേണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ക്യാം പ്രൊഫൈലും പിന്നെ നമുക്ക് എന്താണ് ബേസ് സർക്കിൾ റേഡിയസും വേണം ക്യാം പ്രൊഫൈൽ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇനി പ്രധാനമായിട്ടും നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫോളോവർ ആണല്ലോ മൂവ് ചെയ്യുന്നത്, റെസിപ്രോക്കേറ്ററി മോഷനാണ്. ഈ റെസിപ്രോക്കേറ്ററി മോഷനിൽ ഫോളോവർ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഫോളോവറിന് ഒരു പ്രത്യേകതയുണ്ട്. ഫോളോവർ മുകളിലേക്കും താഴേക്കുമാണ് മൂവ് ചെയ്യുന്നത്. ഫോളോവർ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുമ്പോൾ ഫോളോവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഫോളോവറിൻ്റെ ഇത് എന്തുവാണ്, മോഷൻ പല ടൈപ്പ് ഉണ്ട്. അതായത് നമുക്കൊരു പർട്ടിക്കുലർ ആംഗിൾ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരു പർട്ടിക്കുലർ ആംഗിൾ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഫോളോവറിനുണ്ടാവുന്ന എന്താണ് മോഷൻ എന്ന് പറയുന്നത് പല ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ് ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഓരോ ടൈപ്പിലും ഈ ഫോളോവറിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം നമ്മൾ വരയ്ക്കണം. നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ ടേൺ ചെയ്യുമ്പോൾ അതിന് ഈ ഫോളോവറിന് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. പല ടൈപ്പ് ഓഫ് മോഷനിലും പല രീതിയിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മളിപ്പോൾ അറിയാം, യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഇപ്പോൾ 2 ഡിഗ്രിയിൽ ഒരു സെൻറ്റിമീറ്റർ മുകളിലോട്ട് പൊങ്ങിയാൽ അടുത്ത 2 ഡിഗ്രിയിൽ 1 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും മുകളിലേക്ക് പോകുന്നത്. അടുത്ത 2 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 1 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ യൂണിഫോം വെലോസിറ്റി ആണെന്ന് പറയാം. അപ്പോൾ അതേപോലെ ഒരു യൂണിഫോം വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാം ഉണ്ടെങ്കിൽ ആ യൂണിഫോം വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ, ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞു ക്യാമിൻ്റെ ടൈപ്സ് ഓഫ് മോഷൻ അല്ല, ക്യാം എപ്പോഴും റൊട്ടേറ്റ് ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണെന്നുള്ള അസംഷനിലാണ് നമ്മൾ ഈ പ്രൊഫൈൽ വരയ്ക്കുന്നത്. ക്യാം ഈസ് അസ്യൂംഡ് ടു ബി റൊട്ടേറ്റിംഗ് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുള്ള അസംഷനിലാണ് നമ്മൾ ക്യാം വരയ്ക്കുന്നത്. വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ടൈപ്സ് ഓഫ് ഫോളോവർ മോഷൻ. അതായത് ഫോളോവറിനുണ്ടാകുന്ന മോഷൻസ് ഏതൊക്കെയാണ്. പല ടൈപ്പ് ഫോളോവർ മോഷൻസ് ഉണ്ട്. ആ ഫോളോവർ മോഷൻസിൻ്റെ ടൈപ്പിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ
സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഫോളോവർ മോഷൻസിൻ്റെ ടൈപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വേറെ ഒന്നും നമ്മളെ കാര്യങ്ങളല്ല, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളല്ല. യു ആർ ഗോയിങ് ടു സ്റ്റഡി ദ ടൈപ്പ് ഓഫ് ഫോളോവർ മോഷൻ. അപ്പോൾ ഫോളോവർ മോഷൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് മോഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് എന്താണ്, യൂണിഫോം വെലോസിറ്റി ആണ്. പിന്നെ അടുത്ത സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് യൂണിഫോം ആക്സലറേഷൻ ഓർ റിട്ടാർഡേഷൻ ഉണ്ട്. ആൻഡ് ദ ഫോർത്ത് വൺ സൈക്ലോഡൽ മോഷൻ ഉണ്ട്. അപ്പോൾ ഈ എല്ലാ മോഷനിലും നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം. അതായത് അത് കറക്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ക്യാമിൻ്റെ എന്ത് വരയ്ക്കാൻ പറ്റൂ, പ്രൊഫൈൽ സിന്തസിസിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡ്രോ ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഓഫ് എന്താണ് ക്യാം ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഓഫ് ദി ഫോളോവർ. അപ്പം നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോളോവർ മോഷൻസ്. ആൻഡ് പിന്നെ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ എന്താണ് ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാംസ് നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്.